നമസ്കാരം, നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ സഖ്യം ജൂൺ 1 നടക്കുന്ന യോഗത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതേസമയം കോൺഗ്രസുമായുള്ള എതിർപ്പാണോ മമത പങ്കെടുക്കാത്തതിന് കാരണമെന്ന അഭ്യൂഹങ്ങളും സജീവമായിരിക്കുകയാണ്. ബംഗാളിൽ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് തൃണമൂൽ പ്രതിനിധി മമത പങ്കെടുക്കാതിരിക്കുന്നത് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മാത്രമല്ല, റേമൽ ചുഴലിക്കാറ്റും ബംഗാളിൽ നാശം വിതയ്ക്കുന്നുണ്ട്. 4 പേർ ഇതിനോടകം തന്നെ മരിച്ചിട്ടുണ്ട്. ഇതെല്ലാം മുൻനിർത്തി ജൂൺ 1 നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനാവില്ല എന്നാണ് മമത വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യം നേരത്തെ ജൂൺ 1 യോഗം ചേരുമെന്ന് അറിയിച്ചിരുന്നു. തനിക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് പങ്കെടുക്കാനാവില്ല എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഒരു വശത്തും മറുവശത്ത് ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ തനിക്ക് എങ്ങനെയാണ് യോഗത്തിൽ പങ്കെടുക്കാനാവുന്നത് എന്നാണ് മമത ചോദിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ 9 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 1 നടക്കുന്നത്. കൊൽക്കത്ത ദക്ഷിൺ, കൊൽക്കത്ത ഉത്തർ സീറ്റുകളും ഇതിൽ വരും. ജാവത്പൂർ, ഡംഡം, ബാരാസത്ത്, ബാസിർഹട്ട്, ജായ്നഗർ, മധുരാപൂർ, ഡയമണ്ട് ഹാർബർ എന്നിവയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് മണ്ഡലങ്ങൾ. അതേസമയം ഇന്ത്യ സഖ്യം നിർണായക യോഗമാണ് ജൂൺ 1 ചേരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും വേണ്ടിയാണ് യോഗം ചേരുന്നത്. ഡൽഹിയിലാണ് യോഗം നടക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് നേതൃത്വം നൽകുന്നത്. എന്തായാലും യോഗം വെള്ളത്തിൽ വരച്ച വര പോലെ ആകാതിരുന്നാൽ മതിയായിരുന്നു. പ്രതിപക്ഷത്തിന് ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. തൃണമൂൽ കോൺഗ്രസിന് കോൺഗ്രസുമായോ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുമായോ ബംഗാളിൽ സഖ്യമില്ല. തൃണമൂലിന്റെ ലളിതേഷ് ത്രിപാഠിയെ UPയിൽ SP പിന്തുണയ്ക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് ഏറ്റവും നിർണായകം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ എന്തു ചെയ്യുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കൂടിയാണ് കോൺഗ്രസ് യോഗം ചേരുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് കോൺഗ്രസ് പാർട്ടി ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ പറയാനുള്ളൂ. ഇവിടെ രാഹുൽ എഫക്റ്റും ഒന്നും തന്നെ ഏശാൻ പോകുന്നില്ല.